കേരള ലാറ്റിൻ കാത്തലിക് ബിഷപ്പ് കൗൺസിൽ വിമൻസ് കമ്മീഷനും ലാറ്റിൻ കാത്തലിക് വിമൻസ് അസോസിയേഷനും ലോക മാതൃകാ ദിനാഘോഷവും റാലിയും ലോക നഴ്സസ് ദിനാചരണവും നടത്തുകയുണ്ടായി. വികാരി റവറൻഡ് ഫാദർ ജോളി എബ്രഹാം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കൊല്ലം മേയർ AK ഹഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്തിലെ ഏറ്റവും സത്യസന്ധമായ പ്രാർത്ഥന അമ്മയുടെ കണ്ണുനീരാണെന്നും ആ മൗന പ്രാർത്ഥനകളാണ് പലപ്പോഴും മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രക്ഷാകവചമായി മാറുന്നതെന്നും ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് പണമല്ല, മറിച്ച് അമ്മയുടെ അനുഗ്രഹമാണെന്നും മേയർ പറഞ്ഞു. ജീവിതത്തിൽ ഒരു മനുഷ്യൻ ആദ്യമായി കേൾക്കുന്ന സംഗീതം അമ്മയുടെ ഹൃദയമിടിപ്പാണെന്നും അനുഭവിക്കുന്ന സ്നേഹതാളം അമ്മയുടെ ശ്വാസമാണെന്നും ഓർമ്മിപ്പിച്ചു. 1908 അന്നു മുതൽ പലപ്പോഴും പല ഭാഗങ്ങളിലും കൃത്യമായി ഇത് ചെയ്തു വരുന്നില്ല എങ്കിൽ കൂടിയും ലോക മാതൃദിനത്തിന് പ്രധാനപ്പെട്ട ഒരു സാഹചര്യമുണ്ടായത് അമേരിക്കയിൽ അന്ന് ആഭ്യന്തര യുദ്ധം പല ഘട്ടങ്ങളിലും നടക്കുന്ന സന്ദർഭത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് മത്സരിക്കുമ്പോൾ യുദ്ധം ചെയ്യുമ്പോഴും മരിച്ചു വീഴുന്ന സ്വന്തം സഹോദരന്മാരുടെയും സ്വന്തം മക്കൾക്കും വേണ്ടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് മത്സരിക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തും നിന്നും യുദ്ധം ചെയ്യുന്ന പടയാളികളുടെ അമ്മമാർ ഒരുമിച്ച് കൂടിയിട്ടാണ് ഇത് മാതൃദിനം ആഘോഷിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മക്കളാണ് മരിച്ചു വീഴുന്നത്. അത് അപ്പുറത്താണെങ്കിലും ഇപ്പുറത്താണെങ്കിലും നമ്മുടെ മക്കളാണ്. ആ ഒരു ചിന്ത അന്ന് അമ്മമാരിൽ ഉണ്ടായതിനു ശേഷമാണ് അന്നു മുതൽ ഇത് ആഘോഷിക്കുന്നു. ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ ജോളി അച്ഛൻ അതിന് മുൻകൈ എടുത്തത് അങ്ങേയറ്റം ഞാൻ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തെ. കാരണം തീർച്ചയായും ഇത് നമ്മുടെ മനസ്സിൽ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായൊരു വിഷയമാണ്. ഞാനും നിങ്ങളുമൊക്കെ എല്ലാ വാർത്താ മാധ്യമങ്ങളും, അത് അച്ചടി മാധ്യമങ്ങളായാലും ദൃശ്യമാധ്യമങ്ങളിലായാലും വാർത്തകൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരാ. എത്രയോ സ്ഥലങ്ങളിൽ വളർത്തി വലുതാക്കിയെടുത്ത സ്വന്തം അമ്മയെ വെട്ടി കൊലപ്പെടുത്തുന്ന സംഭവങ്ങളും ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്. ഈ അടുത്ത കുറെ കാലഘട്ടത്തിന്റെ മാറ്റമാണ്. അത് മയക്കുമരുന്നിന് അടിമപ്പെട്ടെന്നും അല്ലെങ്കിൽ മദ്യത്തിന് അടിമപ്പെട്ടും എന്നൊക്കെയാണല്ലോ വാർത്തകളിൽ വരുന്നത്. ഏത് മയക്കുമരുന്നായാലും ഏത് മദ്യമായാലും സ്വന്തം അമ്മയും സഹോദരിയെയും പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സമൂഹം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ അടുത്ത കാലത്ത് കേരളത്തിന്റെ, നമ്മുടെ ജില്ലയുടെ അതിർത്തിയിൽ പോലും സ്വന്തം അമ്മയെ വെട്ടിക്കൊല്ലുന്നത് ഈ അടുത്ത കാലങ്ങളിൽ എത്രയോ ദിവസക്കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരമ്മ ഒരു കുട്ടിയെ എങ്ങനെ വളർത്തിയെടുക്കുന്നു എന്നുള്ളത് കൊച്ചുകുട്ടിയായിരിക്കും ജനിച്ചു വീഴുന്ന അന്ന് മുതൽ. ഇവിടെ സ്വാഗതം പറഞ്ഞൊരു ഗൈനക്കോളജിസ്റ്റ്, എനിക്ക് തോന്നുന്നത് അമ്മമാരെക്കാളും കൂടുതൽ എന്താണ് വേദന ഓരോരുത്തരും അനുഭവിക്കുന്നത് എന്ന്, ആ സമയത്ത് അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് ഞങ്ങളെയൊക്കെ പോലുള്ളവർക്ക് പറഞ്ഞറിവ് മാത്രമാണുള്ളത്. അതെന്തായിരിക്കും ആ വേദന, എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരിലും വ്യത്യസ്തപ്പെട്ടിരിക്കും. അത് മനുഷ്യ ശരീരത്തിന്റെ പ്രത്യേകതയാണ്. അതെങ്ങനെയായിരിക്കും ഓരോരുത്തരും അനുഭവിക്കുന്നത് എന്ന് നേരിൽ കണ്ട അനുഭവമുള്ള ഒരാളാണ്, ഒരു ഡോക്ടറാണ് ഈ ദിവസത്തിൽ ഇന്നിവിടെ സ്വാഗതം ആശംസിച്ചത്. അവരെക്കാൾ, ശരിക്കും പറഞ്ഞാൽ അമ്മമാരെക്കാളും കൂടുതൽ ആദരിക്കേണ്ടുന്നത് അവരെ തന്നെയാണെന്നുള്ളതിനൊരു സംശയവുമില്ല.
കാരണം അത്രയും ഈ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഉറക്കം ശരിയാകാൻ കഴിയാത്തവരാണ് ഗൈനക്കോളജിസ്റ്റുകൾ. നമ്മളാരും എത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിലും ഏകദേശം എനിക്ക് 3 സഹോദരിമാരും ഞാനുമായി ഞങ്ങൾ 4 പേരിൽ 23 ഡോക്ടർമാർ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്, മക്കളും ഒക്കെ ആയിട്ട്. വിവിധ ശ്രേണികളിൽ, വിവിധ ബ്രാഞ്ചുകളിൽ സ്പെഷ്യലൈസേഷൻ കിട്ടിയവരുണ്ട്, ബിരുദാനന്തര ബിരുദം കിട്ടിയവരുണ്ട്, ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് ഒരു ഡോക്ടർ എങ്ങനെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെയാണ് നഴ്സുമാരും. യഥാർത്ഥത്തിൽ ഡോക്ടർ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നഴ്സുമാരാണ്. കോർപ്പറേഷൻ കൗൺസിലർമാരായ രഞ്ജിത്ത് കലുങ്കുമുഖം, അജിത് ചോഴത്തിൽ, KLCWA പ്രസിഡന്റ് വത്സല ജോയി, ഡോക്ടർ ശ്രീജ CS, മേരി ഗീത, ടീന ജോൺസൺ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. KRLCBC വിമൻസ് കമ്മീഷൻ സെക്രട്ടറി ജെയിൻ ആൻസിൽ ഫ്രാൻസിസ് മാതൃദിന സന്ദേശം നൽകി. നഴ്സസ് ദിനാചരണത്തിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു.